സഹൃദയരെ, സ്നേഹവന്ദനം. അരാജകത്വത്തിന്റെ, അനീതിയുടെ, അസമാധാനത്തിന്റെ ഈ യുഗത്തിന് മുൻപിൽ സ്നേഹത്തിന്റെ, സത്യത്തിന്റെ, നന്മയുടെ പാതപാലനേകിയ ഒരു മഹത്തായ വ്യക്തിയെ കുറിച്ച് ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നു. നീതിമാനായ ജോസഫ്. പുണ്യവാനി ഇസ്ഹാക്കിനുണ്ടായി രണ്ടു മക്കൾ, ഒന്നാമൻ ഈസാവ്, രണ്ടാമൻ യാക്കോബ്. പുണ്യവാനി ഇസ്ഹാക്കിനുണ്ടായി രണ്ടു മക്കൾ, ഒന്നാമൻ ഈസാവ്, രണ്ടാമൻ യാക്കോബ്. അതെ, ആ ആശാരിപ്പുരയിൽ നിന്ന് ഉയരുന്ന പാട്ടാ. ഉളിയുടെയും ചുറ്റിയുടെയും തട്ടുമുട്ടും ചിന്തയിടയിലുമൊക്കെ വളരെ തകൃതിയായി നടക്കുമ്പോൾ ഒരോളം കിട്ടുവാൻ വേണ്ടി അവർ ആ ആശാരിപ്പുരയെ ഒരു ഉത്സവവേദിയായി മാറ്റുകയാണ്. ക്ഷമിക്കണം, പറയാൻ വിട്ടുപോയി. ജോസഫിന്റെ പിതാവായ യാക്കോബിന്റെ പണിപ്പുരയാണ് രംഗവേദി. കട്ടില്, മേശ, കസേര ഇത്യാദി തടി ഉപകരണങ്ങളൊക്കെ വളരെ മനോഹരമായി നിർമ്മിച്ചു നൽകുകയാണ് ജോസഫും കൂട്ടരും. ഇനി ഈ പണിപ്പുരയിലെ സംഭാഷണം ഒന്ന് ശ്രദ്ധിച്ചാലോ? ഈ കൂട്ടത്തിൽ ഇനി ഞാൻ മാത്രമേ ഉള്ളൂ അവിവാഹിതൻ. ജോസഫിനും കല്യാണമായി. യൂദാ, നീ ആദ്യം പണി പഠിക്ക്, അപ്പോൾ യഹോവ തന്നെ കൂട്ടിക്കൊണ്ടു തരും നിനക്ക് പറ്റിയൊരു പെൺകൊച്ചിനെ. ജോസഫ് എന്തായാലും ഭാഗ്യവാനാ. നല്ല ചെന്താമര പോലുള്ള പെൺകുട്ടിയല്ലേ ജോസഫിനെ കിട്ടിയിരിക്കുന്നത്. യുവാക്കിന്റെയും മഞ്ഞയുടെയും ഏക മകളാണവർ. സത്യം പറയാലോ, ഇന്ന് വെള്ളം കുരി വരുന്ന വഴിക്കാണ് ഞാൻ അവളെ കാണുന്നത്. ഇസ്രായേലിലെങ്ങും ഇത്ര ചേർത്തുമുള്ള ഒരു പെൺകൊച്ചുണ്ടെന്ന് തോന്നുന്നില്ല. എന്താ ജോസഫേ നീയൊന്നും മിണ്ടാത്തത്? കണ്ടില്ലേ അവന്റെ ഒരു നാണം. യൂദയ മലമ്പ്രദേശത്തെങ്ങും വളരെ അറിയപ്പെടുന്ന നല്ലൊരു തച്ചനാണ് ജോസഫും അവന്റെ പിതാവും. അതുകൊണ്ട് തന്നെ സ്വറ പറഞ്ഞിരിക്കാൻ അവർക്ക് തെല്ലും നേരമില്ല. ആശാരിപ്പുരയുടെ പുറത്ത് ഉണങ്ങാനിട്ടിരിക്കുന്ന മരപ്പൂളുകൾ പറക്കിക്കൂട്ടുന്ന ജോസഫ് തല ഉയർത്തി തന്നെ ഗ്രാമഭംഗി ആസ്വദിക്കുകയായിരുന്നു. ആദിത്യ കിരണങ്ങൾ, ആയിരം വർണ്ണങ്ങൾ, അതിക്കീനാകെ ഓരപ്സരലോകഭ. ആദിത്യ കിരണങ്ങൾ, ആയിരം വർണ്ണങ്ങൾ, അതിക്കീനാകെ ഓരപ്സരലോകഭ. മലനിര തിങ്ങുന്ന ഉദ്യാന ഭംഗിയും, കുളിരേകും പൂങ്കാറ്റിൻ നർമ്മണവും, കുളിരേകും പൂങ്കാറ്റിൻ നർമ്മണവും. പെട്ടെന്നാണ് അവന്റെ കണ്ണുകൾ ആ കാഴ്ച ദർശിച്ചത്. മേരി, തന്റെ വധുവാകുവാനായി നിശ്ചയിക്കപ്പെട്ടവൾ. അവളെന്താണ് ഈ വഴിക്ക്? യൂദയ മലമ്പ്രദേശത്തേക്കുള്ള യാത്രക്കാരോടൊപ്പമാണല്ലോ അവൾ. അവിടത്തേക്ക് ചെന്ന് എങ്ങോട്ടാണെന്ന് തിരക്കിയാലോ? ഹേയ് വേണ്ട, താൻ അറിയേണ്ടതായിരുന്നെങ്കിൽ നേരത്തെ തന്നെ അവൾ തന്നോട് പറയുമായിരുന്നു. ജോസഫ് മേരിയെ തന്നെ നോക്കി നിന്നു. എന്താ ജോസഫ്, കിനാവ് കാണുകയാണോ? സൈമണിന്റെ സ്വരം കേട്ട് ജോസഫ് ഞെട്ടി തിരിച്ചുപോയി. എടാ ജോസഫേ, മറിയം അവളുടെ ഇളയമ്മയായ എലീശായുടെ അടുത്തേക്ക് പോയതാണ്. അതറിയിക്കാനായാണ് അവൾ എന്നെ അയച്ചത്. കേട്ടോടാ തമാശ, എലീശ ഗർഭിണിയായെന്ന്. അത് നീ വയസ്സാം കാലത്ത്. ഇതൊക്കെ ആർക്ക് വിശ്വസിക്കാനോ? ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമാണോ? എന്താ ജോസഫ്, നീ ഇത് വിശ്വസിക്കുന്നുണ്ടോ? സൈമൺ, ദൈവത്തിന് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ ഇത് നമുക്ക് വിശ്വസിക്കാനാവും. ജോസഫിന്റെ വിശ്വാസത്തിന് മുൻപിൽ സൈമൺ നിശബ്ദനായി. ദാവീദിൻ ഗോത്രജനം, നീതിമാൻ ജോസഫ് എന്നും, ശാന്തനും അധ്വാനിയും അർദ്ധഭാവനുമായി. ദാവീദിൻ ഗോത്രജനം, നീതിമാൻ ജോസഫ് എന്നും, ശാന്തനും അധ്വാനിയും അർദ്ധഭാവനുമായി. ഇനിയും വിവാഹ ദിനങ്ങൾ നീക്കിക്കൊണ്ടു പോകണ്ടെന്നായിരുന്നു ജോസഫിന്റെ പിതാവിന്റെ വാദം. എത്രയും പെട്ടെന്ന് മേരി തിരിച്ചെത്തിയിരുന്നെങ്കിൽ. മാസങ്ങളും ദിവസങ്ങളും കടന്നുപോയി.
അന്ന് യൂദയ മലപ്രദേശത്ത് നടന്ന സംഭവം യോസഫും കേട്ടിരുന്നു. സക്രിയ എന്നൊരു പേരായ ഒരാൾക്ക് തന്റെ കുഞ്ഞിന്റെ നാമകരണ വേളയിൽ സംസാരശേഷി തിരിച്ചു കിട്ടി. മേരിയെ കാണുമ്പോൾ ഇതിന്റെയൊക്കെ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ആരായിരുന്നു ആ കുഞ്ഞ്? മേരി എത്തുന്നതിന് മുൻപിൽ എന്തെല്ലാം ക്രമീകരണങ്ങളാണ് നടത്തേണ്ടത്? ദേവാലയത്തിൽ വളർന്ന അവൾക്ക് സാഹചര്യങ്ങൾ ഒരുക്കേണ്ടിയിരിക്കുന്നു. ജോസഫ് തന്റെ പണിപ്പുരയിലിരുന്ന് വളരെ മനോഹരമായൊരു പൂക്കുട്ടം നിർമ്മിക്കുകയായിരുന്നു. മേരി തിരിച്ചെത്തുന്നറിഞ്ഞ ജോസഫിന്റെ അപ്പൻ മറിയത്തിന്റെ അപ്പനായ യോവാക്കിമിന്റെ അടുത്തേക്ക് പോയി വിവാഹ കാര്യങ്ങൾ സംസാരിക്കാനായി പോയി. ജോസഫ്, ജോസഫ്, ഈ വിവാഹം നടക്കുകയില്ല. എന്താ അപ്പ, എന്താ കാര്യം? 1000 ചോദ്യങ്ങൾക്കൊടുവിൽ ജോസഫിന്റെ അപ്പൻ പറഞ്ഞു, ചതിച്ചടാ അവൾ, ചതിച്ചു. മറിയം ഗർഭിണിയാണെന്ന്. എന്താ? ഞാൻ ഇത് വിശ്വസിക്കുകയില്ല. അവൾ ദേവാലയത്തിൽ വളർന്ന പെൺകുട്ടിയാണ്. ഞാൻ ഒരിക്കലും വിശ്വസിക്കുകയില്ല. ജോസഫ്, നീ അടങ്ങ്. എന്തായിരുന്നു അവളുടെ ഒരു ഒളിച്ചോട്ടം? ഇളയമ്മയെ ശുശ്രൂഷിക്കാനാണെന്ന് പറഞ്ഞത് അവളുടെ മാനം കാക്കുവാൻ വേണ്ടി അല്ലായിരുന്നോ? അവൾ പിഴച്ചവളെങ്കിൽ അവളെ കല്ലെറിഞ്ഞ് കൊല്ലുക തന്നെ വേണം. അപ്പോൾ അവളുടെ ദേഹത്ത് വീഴേണ്ട ആദ്യത്തെ കല്ല് നിന്റേതാവണം ജോസഫ്. നിശ്ചലനായി നിന്നു ജോസഫ്, ആലോചിച്ചൊരു ശില്പം പോൽ കിട്ടിയ കോട്ടകൾ ഒക്കെ തകർന്നു. കണ്ട സ്വപ്നങ്ങൾ ഒലിഞ്ഞുപോയി, കണ്ട സ്വപ്നങ്ങൾ ഒലിഞ്ഞുപോയി. ഇല്ല, തനിക്കതിനാവില്ല. അവൾ കുറ്റം ചെയ്തിട്ടില്ല. ജോസഫ് വളരെ ആശാലങ്കുലനായി കൂച്ചയിലിരുന്ന വെള്ളം മുഴുവൻ കുടിച്ചു തീർത്തു. നീ ആലോചിച്ചിട്ട് ഒറ്റ വഴിയേ ഉള്ളൂ. രഹസ്യമായി അവളെ ഉപേക്ഷിക്കുക. അവളെ താൻ ഗർഭിണിയാക്കി കടന്നു കളഞ്ഞെന്നൊരു ആക്ഷേപം ഉണ്ടാവും എങ്കിൽ അവൾ കുറ്റവിമുക്തിയാവുമല്ലോ. അല്ലെങ്കിൽ എല്ലാം മറന്ന് അവളെ ഞാൻ സ്വീകരിക്കണം. തീരുമാനം എന്തായാലും ഇന്ന് രാത്രി തന്നെ ഉണ്ടാകണം. ഇല്ലെങ്കിൽ നാളെ രാവിലെ നേരം പുലരുമ്പോൾ ന്യായാധിപ സംഘം അവളെ കല്ലെറിഞ്ഞു കൊല്ലും. പുലരുന്ന നേരത്ത് കല്ലുമായി കാത്തു നിൽക്കും നീതിവീതിയുടെ പാലകന്മാർ. പുലരുന്ന നേരത്ത് കല്ലുമായി കാത്തു നിൽക്കും നീതിവീതിയുടെ പാലകന്മാർ. ഒടുവിൽ നിദ്രാഭാരം കൊണ്ട് അവന്റെ കണ്ണുകൾ നിദ്രയിലാണ്ടു. ജോസഫ് നല്ല ഉറക്കത്തിലായിരുന്നു. പെട്ടെന്ന് സ്വപ്നത്തിലാതാ ദൈവദൂതൻ, ജോസഫ്, നീ മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവന് നീ യേശു എന്ന പേരിടണം. പെട്ടെന്ന് ജോസഫ് ഉറക്കത്തിൽ നിന്ന് ഉണർന്നു. ഇത് സത്യമോ അതോ സ്വപ്നമോ? ദൈവ സ്നേഹം തിരിച്ചറിഞ്ഞ ജോസഫ് ദൈവഹിതത്തിന് കീഴ്പ്പെട്ടു. താൻ എത്രയും പെട്ടെന്ന് മേരിയെയും കൊണ്ട് അവളെ കൂട്ടി എങ്ങോട്ടെങ്കിലും പലായനം ചെയ്യണം. ദേവകുമാരന്റെ വളർത്തച്ഛനാകാൻ സാധിച്ചതിന് 1000 ദൈവസ്തുതികൾ അർപ്പിച്ചു. ജോസഫ് ദൈവസന്നിധിയിൽ വിനീതനായി ജീവിച്ചു. സന്തോഷ സുദിനമായി ഇന്ന് ആനന്ദമുയരുകയായി. സന്തോഷ സുദിനമായി ഇന്ന് ആനന്ദമുയരുകയായി. പ്രതിസന്ധികളിൽ കരുത്തുള്ളവരായി, പരാജയങ്ങളിൽ തളരാത്തവരായി, ദൈവത്തിൽ വിശ്വസിച്ച് ദൈവത്തിൽ വഴങ്ങി നാം ഓരോരുത്തരും ജീവിക്കണം. തിരുകുടുംബത്തിന്റെ നാഥനായ വിശുദ്ധ യോസേപ്പ് പിതാവിന്റെ മാധ്യസ്ഥം നമുക്ക് എപ്പോഴും ഉണ്ടാകും. യാചിക്കുകയും ചെയ്യാം. നന്ദി.